തായ്ലൻഡിലെ ചിങ്റായ്, ആ പ്രദേശത്തെ ഇനി ലോകത്തിന് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റൂല. ആ ചിങ്റായ് പ്രവിശ്യയിൽപ്പെട്ട താം ലുവാങ് എന്ന് പറയുന്ന സ്ഥലത്തെ ഈ 10 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഗുഹയുടെ അകത്തേക്ക് 12 കുഞ്ഞു മക്കളും അവരുടെ കോച്ച് 25-കാരനായ സഹോദരനും പോകുമ്പോ അവരെ രക്ഷപ്പെടുത്താൻ മറ്റ് രാജ്യക്കാരായ ദൗത്യസംഘം കാണിച്ച നിസ്വാർത്ഥത, വിശാലമനസ്കത, സമസൃഷ്ടി സ്നേഹം എങ്ങനെ ഇതിനെ പർവ്വതീകരിക്കാനും പറയാനും സാധിക്കും? സമാൻ കുനാൻ എന്ന് പറയുന്ന യുവ ബഡ്ഡിംഗ് ഡൈവിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഈ യുവാൻ കുനാൻ എന്ന് പറയുന്ന സഹോദരൻ. അദ്ദേഹം ഈ 12 മക്കളെ രക്ഷപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് തിരിച്ചു പോരുമ്പോൾ ഓക്സിജൻ തീർന്നിട്ട് താം ലുവാങ് ഗുഹയുടെ അകത്ത് രക്തസാക്ഷിയെ പോലെ പെടഞ്ഞു മരിച്ചുപോയ ധീര ദേശാഭിമാനിയെ പോലെയുള്ള നിസ്വാർത്ഥനായ അകളങ്ക സ്നേഹത്തിന്റെ അമരമായ അധ്യായമാണ് യുവാൻ കുനാൻ എന്ന് പറയുന്ന ഈ സഹോദരൻ. അദ്ദേഹത്തിന്റെ മതം ചർച്ച ചെയ്യുന്നില്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ലോകം ചർച്ച ചെയ്യണില്ല. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. റിച്ചാർഡ് ഹാരിസ് എന്ന് പറയുന്ന ഓസ്ട്രേലിയയിലെ അഭ്യസ്ത വിദ്യനായ വിശ്വകരൻ MBBS ഡോക്ടറാണ്. ഈ ഡോക്ടറായതിന്റെ കൂടെ തന്നെ ഡൈവിങ്ങും മുങ്ങൽ വൈദഗ്ധ്യവും നേടിയ ഈ സഹോദരൻ, എനിക്ക് എന്റെ ദൈവം തന്ന കഴിവിനെ ഞാൻ ഈ പാവം മക്കളെ രക്ഷപ്പെടുത്താൻ ഉപയോഗിക്കണം എന്ന് കണ്ടിട്ട് തന്റെ ദൗത്യ സംഘത്തിലുള്ള 19 ആളുകളെയും കൂട്ടി ദൗത്യസംഘത്തിൽ പുറപ്പെടില്ലേ? അവസാനത്തെ ആളും പുറത്തിറങ്ങിയതിന്റെ ശേഷമാണ് റിച്ചാർഡ് ഹാരിസ് ഗുഹയുടെ പുറത്തിറങ്ങുന്നത്. തന്റെ പിതാവിന്റെ വിയോഗമാണ് തന്നെ എതിരേറ്റത് എന്ന് ലോകമാധ്യമങ്ങൾ എഴുതി. അപ്പോഴും ഒരു ദൗത്യസംഘ തലവന്റെ നിസ്വാർത്ഥതയെ ലോകം ഇങ്ങനെ വാഴ്ത്തുകയാണ്, ഈ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്തേ? ഈ സ്വരച്ചേർച്ചയാണ് ലോകത്തിന്റെ ബാലൻസിനെ ക്ലിയർ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഈ സ്വരച്ചേർച്ച ഒരു മതാനുയായികൾ അവർക്കിടയിൽ പ്രയോഗിക്കുമ്പോൾ മറ്റു മതക്കാർ അവരെ കണ്ടിട്ട് അവർക്കിടയിലും അത് പ്രയോഗിക്കും. അപ്പൊ ലോകത്തിന് ശാന്തി കൈവരും.